ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നേഹ. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇതൊരു എന്താ പറയുക, ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ലൈഫിൽ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഷാർജയിലാണ് താമസിക്കുന്നത്. ജോബൊന്നും സെറ്റായിട്ടില്ല. അപ്പോൾ വെറുതെ ഇരുന്ന് ബോറായി. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന് ഓർത്തപ്പോഴാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, വീഡിയോസൊക്കെ ഒന്ന് സെറ്റാക്കാം എന്നിങ്ങനെ ആലോചിച്ചത്. അപ്പോൾ എന്ത് വീഡിയോ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കിംഗ് വീഡിയോയിൽ തന്നെ തുടങ്ങാമെന്ന് ഓർത്തു. ഞാൻ അത്ര വലിയ കുക്കൊന്നല്ല, പക്ഷെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. ഒരു ബിരിയാണി ഉണ്ടാക്കാൻ ഓർക്കണം. അപ്പോൾ ബിരിയാണിക്ക് ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ചിക്കൻ കറിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം, ചിക്കൻ കറി വെക്കാൻ വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. വേറെ ഒന്നല്ല, ചിക്കൻ. അപ്പോൾ ഞാൻ ചിക്കൻ കഴുകി വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ഇങ്ങനെ സ്പൂൺ വഴി ഇടുന്നത് പറ്റില്ല, എനിക്ക് മൊത്തം കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഓൾറെഡി അതിന് നേരത്തെ തന്നെ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ എടുത്ത് വയ്ക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അടുത്തത് വേണ്ടത് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ആണ്. അത് ഞാൻ അടിച്ചു വെച്ചത്. അത് കുറച്ച് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിക്കൻ്റെ ആ പൊടികളൊക്കെ ഒന്ന് പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് ഒരു കാര്യം വിട്ടുപോയി, നാരങ്ങ നീര്, ചെറുതായിട്ട് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. കണ്ടോ, നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. ഒന്ന് ഇതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തത് സവാള അരിയലാണ്. 3-4 സവാള എടുത്തിട്ടുണ്ട്. ഇതാണ് ടാസ്ക്. സവാള അരിയൽ എനിക്ക് വളരെ ടാസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം ഇത് തൊട്ടാൽ മതി എൻ്റെ കണ്ണിരിയാനായിട്ട്. പിന്നെ കണ്ണിന് വെറുതെ കൂടുകൂടാന്ന് കൊടുക്കും വെള്ളം. അപ്പോൾ ഇത് കുറച്ച് പാടുള്ള പരിപാടിയാണ്. നമ്മൾ ഭയങ്കര നേരിടായിട്ട് അടുത്തത് സവാള വറുത്തെടുക്കലാണ്. അതിന് പാൻ വെച്ചിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലിൽ കുക്ക് ചെയ്തതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സവാള വറുത്തെടുക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ കുറച്ച് നേരം ഒന്ന് ചൂടാവണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ഒന്ന് ചൂടാവണം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് കളിക്കാണ്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാം, അല്ലെങ്കിൽ നമ്മുടെ മേത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. കുറച്ച് നേരം ഒന്ന് അടഞ്ഞിരിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ സവാള വറുത്തെടുക്കലാണ് കുറച്ച് മെനക്കേടുള്ള പരിപാടി. ഇതിനാണ് നമുക്ക് കുറച്ച് സമയം വേണ്ടത്. കുറച്ച് നേരം നമ്മൾ ഇതിനു വേണ്ടി മെനക്കെടണം. എന്നാൽ ബിരിയാണിയിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ്. സാധാരണം ഒന്ന് കുറച്ച് മെനക്കെട്ടാലേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ തീ ഓഫ് ചെയ്യണേണ്. റെഡി ആയിട്ടുണ്ട്. അപ്പം ഓക്കെ, സവാള നന്നായി മാറണം. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കണം. അധികം ഇളക്കല്ലേ എന്ന് പറയും, പക്ഷേ ഇതിന് കുറച്ച് ഇളക്കൽ വേണം, എന്നാലേ ശരിയാവും. ചളി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് കൂട്ടത്തിൽ ഇട്ടായിരുന്നു ഇഞ്ചി ഗാർലിക് പേസ്റ്റ്. കുറച്ച് ഇതിലും കൂടി ഇടണം. ഇതിനിടയിൽ ഞാനൊരു കാര്യം ചെയ്തായിരുന്നു, വീഡിയോ എടുക്കാൻ മറന്നു. നമുക്ക് ബിരിയാണി വെക്കണമെങ്കിൽ അരി വേണമല്ലോ. അപ്പോൾ അരി കഴുകി ഞാൻ വെള്ളത്തിലേക്ക് വെച്ചേക്കുന്നതിന് കുറച്ച് നേരമായി. ഒരു 15 മിനിറ്റായി. ഒരു 15 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്കതെടുത്ത് ബിരിയാണിയിലേക്ക് തുടങ്ങണം. ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങണം. പൊടികളൊക്കെ എടുത്ത് സെറ്റാക്കി. അപ്പോൾ പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള വാടിയിട്ടുണ്ട്. പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ഇളക്കാം. മിക്സ് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ഇട്ട് കൊടുക്കാം.
ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഒന്ന് മിക്സ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെള്ളം പറ്റിച്ചെടുത്ത്, പ്രാവശ്യം ഊറ്റിയെടുക്കാനാണ് പോകണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ പ്രാവശ്യം മാറ്റിയപ്പോൾ കുറച്ച് ഫ്ലോപ്പായിരുന്നു. അപ്പോൾ അത് മാറ്റി ഇങ്ങനെ ചെയ്തോണ്ടാവും. നോക്കാം എങ്ങനെയാവും. അപ്പോൾ റൈസ് സെറ്റായി, നമുക്ക് ഇനി ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തിട്ട് വെള്ളം പോകുന്നതിന് മാറ്റി വെക്കാം. അപ്പോൾ അരി വാർത്ത് മാറ്റി വെച്ചു. കുറച്ച് കിസ്മസും കശുവണ്ടി നെയ്യ് വറുത്തെടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ വലുതായിട്ട് നിർത്തില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ആ ഒരു സ്മെല്ലും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. എനിക്ക് അധികം ഇഷ്ടമല്ലേ അങ്ങനെ കടിക്കുന്നത് റൈസിൽ. അപ്പോൾ അതാണ് കുറച്ച് എടുത്തിട്ടുള്ളൂ. ആദ്യം നമുക്ക് ക്രിസ്മസ് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. തീ കുറച്ച് വെക്കണേ, ഞാൻ മറന്നു തീ കുറച്ചൊക്കെ. അങ്ങനെ ബിരിയാണി റെഡി. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല, അത്യാവശ്യം തിരക്കിടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.